ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് മര്യാദയുടെ അവൻ കാണിച്ചത്? നീ എന്തിനാണ് കൊടുത്തത്? ഞാൻ കൊടുത്തതല്ലോ വേണൂട്ടാ, അവൻ പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയതല്ലേ. ജേട്ടനൊരു അത്യാവശ്യത്തിന് പോയതല്ലേ അമ്മേ? എന്തത്യാവശ്യം? കൂട്ടുകാരോടി വല്ല കള്ളു കുടിക്കാൻ പോയതായിരിക്കും. ആശം പിടിച്ചവൻ. അത് നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് കുറച്ച് സമാധാനത്തിനാ. അത് കൊടുക്കാൻ നിനക്കും കഴിഞ്ഞില്ല. എടാ, വീഴാൻ നിൽക്കുന്നൊരു വാക്ക് ഒരു കൈത്താങ്ങായില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നത് എന്തിനാടാ? പലിശ മുതലെവിടെ? മുതലിന് ഒരു 2 മാസത്തെ അവധി കൂടി തരണം രുക്മിണിയമ്മേ. അതൊന്നും പറ്റില്ല. എനിക്ക് മുതലും കൂടി ഇപ്പൊ കിട്ടണം. ചേട്ടന് പൈസ കിട്ടണമെങ്കിൽ ഒരു 2 മാസം കൂടി കഴിയണം. അതുവരെ ഒന്ന് ക്ഷമിക്കേ. എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല. കാശ് കിട്ടിയേ പറ്റൂ. ഞാൻ കൃത്യമായിട്ട് പലിശ തരുന്നില്ലേ രുക്മിണിയമ്മേ? ഓരോ പണമിടപാടിനും ഓരോ കാലാവധിയുണ്ട്. 3 മാസത്തെ അവധിക്കാ നീ എന്നോട് പണം പലിശയ്ക്ക് വാങ്ങിയത്. ഇന്നേക്കേ ആ 3 മാസമായി. അയ്യോ, അവര് പലിശ തരുന്നതല്ലേ. ഒരു 2-3 മാസം കൂടെ അവധി കൊടുക്ക്. എന്തായാലും ഒടുക്കത്തെ പലിശ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്. ആ പലിശ തന്നെ പിന്നെയും വാങ്ങിക്കാലോ. ആണോ? ആ, നമ്മളാരാ? അയ്യോ, രുക്മിണിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കൊച്ചമ്മണി, മുണ്ടക്കൽ കൊച്ചമ്മണി. അതാരാ? അത് ഞാൻ. അതിന് ഞാൻ നിങ്ങളെ അറിയുക പോലും ഇല്ലല്ലോ. ഓ, അത് ശരിയാ. അത് ഞാനിവിടെ ഇല്ലായിരുന്നു. അധിക നാള് ഞാനങ്ങ് വിദേശത്തായിരുന്നു. തിരുമൽപ്പാളയം, മേട്ടുപ്പാളയം, കുന്നനഹള്ളി, പുട്ടണഹള്ളി. നിങ്ങളെ എവിടത്തെയാണെന്ന് പറയും. ഞാൻ വേണുവിന്റെയും രാധയുടെയും ബന്ധുക്കാരിയാ. പ്രിയയുടെ അമ്മായിയമ്മ, ജയന്റെ അമ്മ. അയ്യോ, എന്നറിയത്തില്ലേ? ജയന്റെ അമ്മ. ഇപ്പൊ മനസ്സിലായി. മനസ്സിലായല്ലോ. എന്റെ രുക്മിണി, കോടിക്കണക്കിന് രൂപ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന മാർവാടികളുടെ സ്റ്റാഫായി വർക്ക് ചെയ്തവളാ ഞാൻ. ഓ, പലിശക്കാരോട് അവര് കാണിക്കുന്ന മര്യാദ, ആ ഒരു കരുണ, അതൊന്ന് മാതൃകയാക്കണം. അല്ല, നിന്റെ കെട്ടിയോൻ എവിടെ? ആ പേട്ടത്തലയൻ. മര്യാദയായിട്ട് പറയുന്നു തളെ. ഞാൻ ആരെന്നാ നിങ്ങൾ വിചാരിച്ചേ? നിങ്ങൾ ഇപ്പൊ വന്ന് നിൽക്കുന്ന ആ വേണുവിന്റെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാ. അതിനെന്താ, അവര് വാടക വരുന്നില്ലേ? അവരുടെ ഒരു ജാട. പലിശയ്ക്ക് കൊടുക്കുന്ന മാർവാടികളുടെ വീട്ടിലെ സ്റ്റാഫാ അത്രേ. വീട്ടുവേല ചെയ്യുന്നവർ സ്റ്റാഫാണോ? വീട്ടു ജോലി ചെയ്യുന്ന അത്ര മോശപ്പെട്ട പണിയാണോടി? നീ കൊള്ള പലിശയ്ക്ക് പണം കടം കൊടുത്ത് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് ജീവിക്കുന്നവളല്ലോടി. നീ മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന അട്ടയല്ലോടി. ഓപ്പറേഷൻ കുബേരക്കാലത്തായിരുന്നെങ്കിൽ ഈ ജയിലിൽ കിടന്നേനെ. എന്താടി? എന്റെ നാവ് തുറന്നാലേ ഞാൻ പലരും വിളിച്ചു പറയും. നീ അങ്ങനെ പറഞ്ഞാലേ ഞാൻ മൈക്ക് കെട്ടിവെച്ച് നിന്റെ കുടുംബ ചരിത്രം മൊത്തം നാട്ടുകാരോട് മുഴുവനും വിളിച്ചു പറയും. നിനക്ക് ശരിക്കും അറിയില്ലെന്നെ. ഇടറിയ ഞാൻ പിടിയാനയാ, നശിപ്പിച്ചു കളയും ഞാൻ. അവളൊരു പലിശക്കാരി. പോട്ട്. രുക്മിണിയമ്മ, ഞാൻ കടന്നു മോടി മുന്നീന്ന.
വേണൂട്ടാ ഒന്ന് കടയിൽ പോണമല്ലോ. എന്തിനാടി? കടയിൽ പോകുന്ന എന്തിനാ? സാധനങ്ങൾ വാങ്ങിക്കാൻ. പോകാലോ, നീ പറഞ്ഞ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ധൃതിയില്ല, പതുക്കെ മതി. എന്തോ ചില അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. ജയനൊന്ന് ടൗൺ വരെ വരണം, വളരെ അത്യാവശ്യമാണ്. ടൗണിലൂടെ പുളിമൂട് ജംഗ്ഷൻ വരെ വന്നാൽ മതി, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി. എന്താ ചേട്ടാ? ആ സുശീലിനെ വിളിച്ച് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന്. ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് പോയേ പറ്റൂ. പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് എങ്ങനെ പോകും? ഫ്ലൈറ്റ് ഒന്നും പെട്ടെന്ന് കിട്ടൂല. ഒന്ന് മിണ്ടായിരിക്കും വേണൂട്ടാ. അച്ഛാ, അമ്മേ, ഞാൻ പോയിട്ടാ. അളിയ, പെട്ടെന്നൊരു അത്യാവശ്യം. എനിക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ ബൈക്കും തരാമോ? അതിപ്പോ എങ്ങനെയാ തരാൻ പറ്റാ? ഞാൻ ജോലിക്ക് പോകില്ലേ? അതിലും വലിയ അത്യാവശ്യം അളിയത്. ഞാൻ പെട്ടെന്ന് തരാം. ഒരു 5 മിനിറ്റ് മാത്രം മതി. നീ എന്താ ഔചിത്യമില്ലായ്മയായി കാണിക്കണത്? ഇവന് ജോലിക്ക് പോണ്ടേ? ഇത് ഞങ്ങൾ അളിയന്മാര് തമ്മിലുള്ള ഇടപാടാ. അതിനിടയ്ക്ക് ആൽബുണ്ടാക്കാൻ വരില്ലേ? പ്ലീസ് ഒന്ന് കൊടുക്കടാ. എന്തായാലും ഒരു ബൈക്കല്ലേ, ട്രെയിനൊന്നും അല്ലല്ലോ. ഇപ്പൊ തന്നെ സമയം വൈകി. എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. ഞാൻ ബൈക്ക് തരില്ല. എന്താ അളിയത്? കഷ്ടമാണ്. സമയം വൈകി, മാറ്. എനിക്ക് ജോലിക്ക് പോകണം. മോനെ, ഇതെന്ത് അളിയ? എനിക്ക് അർജന്റായിട്ട് ജോലിക്ക് പോണം. അളിയ, 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 പെട്രോളാ കാണാനല്ലേ? അളിയ, എന്ത് മര്യാദയുടെ അവൻ കാണിച്ചത്? നീ എന്തിനാണത് കൊടുത്തത്? ഞാൻ കൊടുത്തില്ല. കൊടുത്തതല്ലോ വേണൂട്ടാ, അവൻ പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയതല്ലേ. ജയേട്ടനൊരു അത്യാവശ്യത്തിന് പോയതല്ലേ അമ്മേ? എന്തത്യാവശ്യം? കൂട്ടുകാരോടി വല്ല കള്ളു കുടിക്കാൻ പോയതായിരിക്കും. ആശം പിടിച്ചവൻ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? നീ സമാധാനായിട്ടിരിക്കും. ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. ഇങ്ങനെ കുറെ മാരണങ്ങള്. ഭൂമിക്ക് ഭാരം, മറ്റുള്ളവർക്ക് പാര. എടാ വിജയ, ഞാൻ വേണോടാ. വേഗം ഒന്നിട്ട് വാ. ശരി. നീ ആ റോഡിലേക്ക് ഇറങ്ങിക്കോ, അവനിപ്പോ വരും. അകലെ